ഐഡിയലിസത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡൂയി, റൂസോ. ശരിയുത്തരം പ്ലേറ്റോ. പ്രാഗ്മാറ്റിസം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: നാച്ചുറലിസം, പരീക്ഷണവാദം, റിയലിസം, ഐഡിയലിസം. ഉത്തരം പരീക്ഷണവാദം. ചെയ്തു പഠിക്കൽ എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ഫ്രോബൽ, ഡൂയി, സ്പെൻസർ, പ്ലേറ്റോ. ശരിയുത്തരം ഡ്യൂയി. നാച്ചുറലിസം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: റൂസോ, അരിസ്റ്റോട്ടിൽ, കിൽപാട്രിക്, പ്ലേറ്റോ. ശരിയുത്തരം റൂസോ. റിയലിസം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഓപ്ഷൻസ്: ആത്മാവ്, ആശയങ്ങൾ, വസ്തുക്കൾ, സങ്കല്പം. ശരിയുത്തരം വസ്തുക്കൾ. കിൻഡർ ഗാർഡൻ സംവിധാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻസ്: മോണ്ടിസോറി, ഫ്രോബൽ, ഡ്യൂയി, സ്പെൻസർ. ശരിയുത്തരം ഫ്രോബൽ. പ്രോജക്റ്റ് മെത്തേഡ് വികസിപ്പിച്ചത് ആര്? കിൽപാട്രിക്, പ്ലേറ്റോ, റൂസോ, അരിസ്റ്റോട്ടിൽ. ശരിയുത്തരം കിൽപാട്രിക്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? പ്ലേറ്റോ, ഡ്യൂയി, റൂസോ, സ്പെൻസർ. ശരിയുത്തരം റൂസോ. ഐഡിയലിസത്തിൽ അധ്യാപകന്റെ സ്ഥാനം എന്താണ്? സുഹൃത്ത്, നിരീക്ഷകൻ, തത്വചിന്തകൻ, തൊഴിലാളി. ശരിയുത്തരം തത്വചിന്തകൻ. പ്രാഗ്മാറ്റിസം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? സിദ്ധാന്തം, ഓർമ്മ, പ്രായോഗികം, ശിക്ഷ. ശരിയുത്തരം പ്രായോഗികം. റിയലിസവുമായി ബന്ധപ്പെട്ട തത്വചിന്തകൻ ആരാണ്? പ്ലേറ്റോ, റൂസോ, അരിസ്റ്റോട്ടിൽ, ഡ്യൂയി. ശരിയുത്തരം അരിസ്റ്റോട്ടിൽ. നാച്ചുറലിസം പിന്തുണയ്ക്കുന്ന വിദ്യാഭ്യാസ രീതി ഏതാണ്? അധ്യാപക കേന്ദ്രിതം, ശിശു കേന്ദ്രിതം, പുസ്തക കേന്ദ്രിതം, പരീക്ഷ കേന്ദ്രിതം. ഉത്തരം ശിശു കേന്ദ്രിതം. സാമൂഹിക കാര്യക്ഷമതയുടെ ആശയം അവതരിപ്പിച്ചത് ആര്? സ്പെൻസർ, പ്ലേറ്റോ, ഫ്രോബൽ, ഡ്യൂയി. ശരിയുത്തരം സ്പെൻസർ. കളിയിലൂടെ പഠനം പ്രാധാന്യം നൽകിയവർ ആര്? ഡ്യൂയി, സ്പെൻസർ, ഫ്രോബൽ, കിൽപാട്രിക്. ഉത്തരം ഫ്രോബൽ. വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡ്യൂയി, റൂസോ. ശരിയുത്തരം ഡ്യൂയി. ഇന്ദ്രിയങ്ങളിലൂടെ പഠനം പ്രാധാന്യം നൽകുന്നത് ഏത് തത്വശാസ്ത്രത്തിനാണ്? ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യലിസം. ഉത്തരം റിയലിസം. മോണ്ടിസോറി രീതിയുടെ അടിസ്ഥാന തത്വം എന്ത്? ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. ഉത്തരം നാച്ചുറലിസം. പ്രാഗ്മാറ്റിസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മീയ വികസനം, സാമൂഹിക പുരോഗതി, ഓർമ്മശക്തി, വിനോദം. ഉത്തരം സാമൂഹിക പുരോഗതി. ഐഡിയലിസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ത്? തൊഴിൽ പരിശീലനം, ആത്മീയ വികസനം, ശാരീരിക ശക്തി, സാമ്പത്തിക വളർച്ച. ഉത്തരം ആത്മീയ വികസനം. നിരീക്ഷണ രീതിക്ക് പ്രാധാന്യം നൽകുന്നത് ഏത് തത്വശാസ്ത്രം? ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം. ഉത്തരം റിയലിസം.
പ്രിയ വിദ്യാർത്ഥികളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഒരു ലൈക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ. കൂടാതെ ഇനിയും കേട്ടറ്റ് ഫിലോസഫി ക്ലാസ്സുകൾക്കും കറണ്ട് അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.